ലോക കേരള സഭയിൽ നമ്മുടെ പ്രമേയ അവതാരകൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങൾ പങ്കെടുത്തില്ല. അവർ ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിൽ അവതരിപ്പിച്ച മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് അവരൊന്ന് തുറന്നു നോക്കി എന്നുള്ളതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായിട്ട് രേഖപ്പെടുത്തുകയാണ്. പ്രമേയ അവതാരകൻ വസ്തുതാപരമായിട്ടുള്ള ചില തെറ്റിദ്ധാരണകൾ ആ സർവേ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചതിലുണ്ട്. അത് ഞാൻ വഴിയെ വിശദീകരിക്കാം. എന്തായാലും സ്റ്റുഡൻറ് മൈഗ്രേഷൻ എന്നുള്ളത് വർഷങ്ങളായിട്ടുള്ള ഒരു ആഗോള പ്രതിഭാസമാണ്. ഗ്ലോബലൈസേഷൻ്റെ കാലമാണ് സർ. ആഗോളവൽക്കരണ കാലത്ത് രാജ്യത്തിൻ്റെ അതിർത്തി രേഖകൾ അപ്രസക്തമാകുകയാണ് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. ആഗോളവൽക്കരണ നയങ്ങളുടെ ഭാഗമായിട്ട് യാത്രാ സൗകര്യങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. എയർലൈൻസുകളുടെ എണ്ണം കൂടുതൽ, വിവര സാങ്കേതിക വിപ്ലവം, കമ്മ്യൂണിക്കേഷൻ രംഗത്തുണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ, വിദ്യാഭ്യാസ വായ്പകളുടെ വർദ്ധിച്ച ലഭ്യത, ഇതൊക്കെ വിദ്യാർത്ഥികളുടെ കുടിയേറ്റത്തിന് ആക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആഭ്യന്തര സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് പ്രയാസപ്പെടുകയും തൊഴിലെടുക്കുന്നവരുടെ എണ്ണം ആവശ്യത്തിന് ഇല്ലാതെ വരികയൊക്കെ ചെയ്യുന്ന വികസിത രാജ്യങ്ങൾ അവരുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് വികസ്വര രാജ്യങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിനുള്ള കുടിയേറ്റം എന്ന് പറയുന്നത് കേരളത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രായണ കുടിയേറ്റം കുറഞ്ഞ ഒരു സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലാണ് കേരളമുള്ളത്. 2023 കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്ക് പ്രകാരം കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥി കുടിയേറ്റം ഇന്ത്യയിലെ ആകെ കുടിയേറ്റത്തിൻ്റെ 4% മാത്രമാണ് സർ. 26/7/23 കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി രാജ്യസഭയിൽ കൊടുത്ത മറുപടി പ്രകാരം 2018 മുതൽ 22 വരെയുള്ള കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിനായി പുറത്തു പോകുന്നു എന്ന് യാത്രാരേഖകളിൽ സൂചിപ്പിച്ചവരുടെ കണക്ക് പ്രകാരം 2018 5,18,015 പേരും 19 5,86,337 പേരും 20 2,59,655 പേരും 21 4,45,553 പേരും 22 7,50,365 പേരുമാണ് ഇന്ത്യയിൽ നിന്ന് കുടിയേറിയിട്ടുള്ളത്. 2018 ശേഷം ദേശീയ തലത്തിൽ തന്നെ കുടിയേറ്റത്തിൽ 31% വർധനമാണുള്ളത്. ഈ റെഡ് സിയറിൻ്റെ സർവേ റിപ്പോർട്ട് പ്രകാരം 2023 ഇന്ത്യയിൽ നിന്ന് 20 ലക്ഷം വിദ്യാർത്ഥികൾ കുടിയേറിയപ്പോൾ ആന്ധ്രാപ്രദേശ് 12.5%, പഞ്ചാബ് 12.5%, മഹാരാഷ്ട്ര 12.5%, ഗുജറാത്ത് 8%, തമിഴ്നാട് 8%, ന്യൂഡൽഹി 8%, കർണാടകം 6% എന്നിങ്ങനെയുള്ളപ്പോൾ കേരളത്തിൽ അത് കേവലം 4% മാത്രമാണ്. ഏകദേശം 35,000-നും 40,000-നും ഇടയിലുള്ള വിദ്യാർത്ഥികളാണ് സംസ്ഥാനത്ത് നിന്ന് പുറത്തു പോകുന്നത്. പ്രമേയാവതാരകൻ ചൂണ്ടിക്കാണിച്ചതുപോലെ സർവേ റിപ്പോർട്ടിൽ 2 ലക്ഷം വിദ്യാർത്ഥികൾ മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു വർഷത്തെ കണക്കല്ല. നിലവിൽ പല വർഷങ്ങളിലായി വിദേശത്തേക്ക് കുടിയേറി വിദ്യാഭ്യാസ രംഗത്തും തൊഴിലിലും തുടരുന്നവരുടെ കണക്കാണ്. വിദ്യാഭ്യാസത്തിനായി സമീപ വർഷങ്ങളിൽ വിദേശത്തേക്ക് കുടിയേറിയ കുട്ടികളുടെ കണക്കാണ് 2 ലക്ഷം എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അത് 2023 വർഷത്തെ മാത്രം കണക്കല്ല എന്ന് ബഹുമാനപ്പെട്ട അവതാരകനെ അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. 2023 വർഷത്തിൽ വിദേശത്തുള്ള ആകെ മലയാളി വിദ്യാർത്ഥികളുടെ കണക്കാണത്. അതുപോലെ 2016 മുതൽ കേരളത്തിൽ നിന്നുള്ള കുടിയേറ്റം കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്ക് പ്രകാരം 2016 18,428, 17 22,093, 2018 കണക്ക് ഞാനിവിടെ വയ്ക്കാം. പരമാവധി 35,000-നും 40,000-നും മധ്യേയാണ് കേരളത്തിൽ നിന്ന് ഒരു വർഷം പോയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിലും ചെയ്യാനുള്ള സാഹചര്യം വിദേശ രാജ്യങ്ങളിൽ ലഭ്യമാണ് എന്നതും
ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിൽ തൊഴിൽ ശേഷിയുള്ള യുവാക്കളെ ആകർഷിക്കുന്നതിന് വിസ നയങ്ങളിൽ വലിയ തോതിൽ ഇളവ് വരുത്തുന്നതുമാണ് വിദ്യാർത്ഥികളുടെ കുടിയേറ്റത്തിന് കാരണമായിട്ടുള്ളത്. ഇവിടെ കേരളത്തിൽ ഏൺ വൈൽ യു ലേൺ സമീപനത്തോടുകൂടി തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള ഒട്ടേറെ പദ്ധതികൾ ഈ കാലത്ത് നാം ആരംഭിച്ചിട്ടുണ്ട്. അത് വലിയ ഒരളവിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് സഹായകരമാകുമെന്ന് കരുതുകയാണ്. മുൻകാലങ്ങളിൽ കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ്, ഹാർവാർഡ്, സ്റ്റാൻഫോർഡ്, MIT തുടങ്ങി മികച്ച ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക്, സർവകലാശാലകളിലേക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ തേടിയാണ് വിദ്യാർത്ഥികൾ ചേക്കേറിയതെങ്കിൽ ഇന്ന് താരതമ്യേന ഗുണനിലവാരം കുറഞ്ഞ സ്ഥാപനങ്ങളിലേക്കും വിദ്യാർത്ഥികൾ ചെന്നെത്തുന്നുണ്ട്. ഇപ്പോ വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് പോകുന്നത് തടയുന്നതിന്, പൂർണ്ണമായും തടയുന്നതിന് സർക്കാർ തയ്യാറല്ല. ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ മികച്ച നിലയിൽ തേടാനുള്ള ഒരു പശ്ചാത്തലം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് അതിന് സാധിക്കുന്നത്. പക്ഷേ നിരവധി ഏജൻസികൾ നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളെ മോഹന വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കുന്നതായിട്ട് തിരിച്ചറിയുന്നുണ്ട്. ഇത്തരം ഏജൻസികളെ നിയന്ത്രിക്കുന്നതിനുള്ള നിയമനിർമ്മാണം സർക്കാരിന്റെ പരിഗണനയിലേക്കാണ്. വിദേശത്തു നിന്ന് പോലും വിദ്യാർത്ഥികളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ കഴിയുന്ന ഒരു ആഗോള ഹബ്ബാക്കി മാറ്റുന്നതിനാണ് നാം പരിശ്രമിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം കേരളത്തിൽ ഒട്ടും കുറവല്ല. +2 പാസ്സാകുന്ന വിദ്യാർത്ഥികൾ 23-ലെ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടല്ലോ. ചില കാര്യങ്ങൾ പറഞ്ഞു പോകാതെ പറ്റില്ലല്ലോ. സംസ്ഥാനത്ത് ഇന്ന് ദേശീയ റാങ്കിംഗ് നിർണയത്തിലും NAC അക്രഡിറ്റേഷനിലുമൊക്കെ ഉയർന്ന ഗ്രേഡുകളാണ് നമ്മുടെ സ്ഥാപനങ്ങൾ നേടിയിട്ടുള്ളത്. മഹാത്മാഗാന്ധി സർവകലാശാല A++, കേരള സർവകലാശാല A++, കാലിക്കറ്റ് സർവകലാശാല A+, ശ്രീശങ്കരാചാര്യ സർവകലാശാല A+, കുസാറ്റ് A+, 24 കോളേജുകൾക്ക് A++, 43 കോളേജുകൾക്ക് A+, 60 കോളേജുകൾക്ക് A ഗ്രേഡ്. അതുപോലെ NIRF റാങ്കിങ്ങിലും മികച്ച പ്രകടനം. ആദ്യത്തെ 200-ൽ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് 42 സ്ഥാപനങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട്. 21% മികച്ച സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നിന്നുള്ളതാണ്. അതുപോലെ സമയബന്ധിതമായിട്ട് പരീക്ഷകൾ നടത്തുന്നതിനും റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിനുമൊക്കെ ഈ കാലയളവിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കിഫ്ബി, പ്ലാൻ ഫണ്ട്, റൂസ പദ്ധതികളിലൂടെ 6000 കോടി രൂപ കഴിഞ്ഞ 4 വർഷക്കാലത്തിനകത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിന് ചെലവാക്കിയിട്ടുണ്ട് എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ ഇക്കണോമിക് റിവ്യൂ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആധുനിക അക്കാദമിക് കോംപ്ലക്സുകളും ലബോറട്ടറികളും ലൈബ്രറികളും കായിക സൗകര്യങ്ങളും സ്മാർട്ട് ക്ലാസ് റൂമുകളും എല്ലാം ഒരുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വർഷം കേരള സർവകലാശാലയിൽ 2600ഓളം വിദേശ വിദ്യാർത്ഥികളും കുസാറ്റിൽ 1590 വിദ്യാർത്ഥികളും മഹാത്മാഗാന്ധി സർവകലാശാലയിൽ 855 വിദ്യാർത്ഥികളും വിദേശ രാജ്യങ്ങളിൽ നിന്ന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. സർവകലാശാലകളുടെ പ്രവർത്തനത്തിൽ ഒരു പാളിച്ചയുമില്ല സർ. നമ്മുടെ സർവകലാശാലകളുടെ കീർത്തി രാജ്യാന്തരത്തിൽ വർദ്ധിക്കുകയാണ്. അതുപോലെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിന് വിഘാതമായി നിൽക്കുന്നത് എന്ന രീതിയിലുള്ള തെറ്റായ ഒരു പ്രചരണം നടത്താനുള്ള പരിശ്രമമാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയ്ക്ക് ഏറ്റവും മികച്ച നിലയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തിയെടുക്കുന്നതിന് ഗവൺമെന്റ് നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ അതിൻ്റെ ഫലം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമഗ്രവും സമൂലവുമായിട്ടുള്ള പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് 4-year UG പ്രോഗ്രാം ആവിഷ്കരിച്ചപ്പോൾ വ്യാപകമായിട്ടുള്ള സ്വീകാര്യതയാണ് അതിന് ലഭിച്ചിട്ടുള്ളത്. ഒരെതിർപ്പുമില്ലാതെ തന്നെ വളരെ നല്ല നിലയിൽ നമുക്കത് നടത്തി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടാണ് നമ്മൾ ആ മാറ്റത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. സർഗാത്മകവും വിദേശത്ത് ഉപരിപഠനത്തിന് പോകുന്നത് ഒരു കുറ്റമല്ല സർ, അതൊരു പുതിയ കാര്യമല്ല. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വിദേശത്താണ് പഠിച്ചത്, ലണ്ടനിലാണ് പഠിച്ചത്. നെഹ്റുവും അംബേദ്കറും ലണ്ടനിലാണ് പഠിച്ചത്. VK കൃഷ്ണമേനോൻ ലണ്ടനിലാണ് പഠിച്ചത്. ഇന്ദിരാഗാന്ധി ലണ്ടനിലാണ് പഠിച്ചത്. അതുപോലെ നമ്മുടെ പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ
കെയ്റോ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന്റെ വിദ്യാർത്ഥികളുടെ മൈഗ്രേഷൻ അവരെ സഹായിക്കുന്നത്. മികച്ച സാധ്യതകൾ തേടി അവർ പോകട്ടെ. അത് മാത്രമല്ല, അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിലേക്ക് പോകുന്നതിന് പ്രത്യേക സഹായം ഗവൺമെന്റ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതായ യാതൊരു അടിയന്തര ആവശ്യവുമില്ല. നല്ല രീതിയിലാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മെമ്പർ ഇവിടെ കേരളത്തെക്കുറിച്ചുള്ള വലിയ ഉത്കണ്ഠകൾ പങ്കുവച്ചു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമാണ് കാര്യങ്ങൾ എന്നുള്ളത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ സിറ്റീസാണ് നമ്മുടെ യുവാക്കൾ ഏറ്റവും ജീവിത ഭദ്രതയുള്ളതായിട്ട് കാണുന്നത് എന്ന് കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് സംവിധാനമാണ് ഗ്ലോബൽ റാങ്കിങ്ങിൽ ആദ്യത്തെ 5 ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അഭിമാനപൂർവ്വം ഈ സഭയെ ഞാൻ അറിയിക്കുകയാണ്. വളരെ ഗംഭീരമായിട്ടുള്ള ടോപ്പ് പെർഫോമൻസ് ആണ് കേരളത്തിലെ സ്റ്റാർട്ടപ്പ് മിഷന് കാഴ്ചവെക്കാനായിട്ടുള്ളത് എന്ന് ഗ്ലോബൽ റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് 2024 ബഹുമാനപ്പെട്ട മെമ്പർ ഒന്ന് വായിച്ചു നോക്കണം. ചെറുപ്പക്കാർക്കിടയിൽ തൊഴിൽ ക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് കേരളത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം, പ്രത്യേകിച്ച് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം കേരള എന്നുള്ള സംവിധാനത്തെ പേരെടുത്ത് പരാമർശിച്ചുകൊണ്ട് ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യയശാസ്ത്ര വാശി എന്നൊക്കെ ഇവിടെ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട മെമ്പർ. ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്ക് എവിടെയാണ് ഉണ്ടായത്? ബഹുമാനപ്പെട്ട സഖാവ് EK നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് കേരള സംസ്ഥാനത്ത് അത് ഉണ്ടായത്. രാജ്യചരിത്രത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക്, ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് സർവകലാശാല എവിടെയാണ് ഉണ്ടായത്? സഖാവ് പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോഴാണ് ആ രണ്ടും ഇവിടെ നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിച്ചത്. 3 റിസർച്ച് പാർക്കുകൾ കൂടി കേരളത്തിൽ അടുത്ത് തന്നെ സാക്ഷാത്കരിക്കപ്പെടുമെന്നുള്ള കാര്യവും ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള സ്കിൽ ഗ്യാപ്പ് നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യമായ ഇടപെടലുകൾ ഈ സന്ദർഭത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും മറ്റു വകുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തൊഴിൽ ഉൽപാദനപരമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ KDISCും KKEMും കേരള നോളജ് ഇക്കോണമി മിഷൻ എല്ലാവരും ചേർന്ന് നടത്തുന്നുണ്ട്. ഒരു വിജ്ഞാന സമ്പദ്ഘടന കെട്ടിപ്പടുത്തുകൊണ്ട് കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ വിപുലീകരിക്കുന്നതിനും ജനജീവിത നിലവാരം ഉയർത്തുന്നതിനും കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലുകളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന വിദ്യാർത്ഥികൾ അവിടെ ഭദ്രമായിട്ടുള്ള തൊഴിലുകളിലേക്കല്ല എത്തിപ്പെടുന്നത് എന്ന് ബഹുമാനപ്പെട്ട മെമ്പർ തന്നെ തൻ്റെ സംസാരത്തിൽ സൂചിപ്പിച്ചു എന്നുള്ളത് വലിയൊരു വൈരുദ്ധ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അത് കേരളത്തിൽ നിലനിൽക്കുന്ന ചില സോഷ്യൽ ഡോഗ്മാസ്, പിയർ പ്രഷറിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾ പോകുന്നതായിട്ടുള്ള കാര്യം ഇതിലേക്കൊക്കെ വെളിച്ചം വീശുന്നുണ്ട്. ഇവിടെ ചെയ്യാൻ പറ്റാത്ത ജോലിയാണ് അവിടെ നമ്മുടെ വിദ്യാർത്ഥി പോയിട്ട് ചെയ്യുന്നത്. ഇവിടെ അമ്മുമ്മയെ നോക്കാതെ അവിടെ വൃദ്ധജന പരിപാലനത്തിന് തയ്യാറാകുന്നു എന്നാണ് ബഹുമാനപ്പെട്ട മെമ്പർ സൂചിപ്പിച്ചത്. സത്യമാണത്. വളരെ ലോ പെയ്ഡ് ആയിട്ടുള്ള ജോബ്സിൽ അവർക്ക് അവിടെ പ്രവർത്തിക്കേണ്ടതായി വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് അത്തരം ജോലികളിൽ ഏർപ്പെടാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഏറ്റവും മികച്ച തൊഴിൽ സാധ്യതകളിലാണ് മിക്കവാറും എല്ലാ കുട്ടികളും എത്തിച്ചേരുന്നത് എന്നുള്ളത് വെറും പൊള്ളയായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. ഇപ്പോൾ വികസിത രാജ്യങ്ങളിൽ വേണ്ടത്ര തൊഴിൽ സേന ഇല്ലാത്തത് കൊണ്ട്, ഹ്യൂമൻ റിസോഴ്സസിന്റെ അഭാവം കൊണ്ട് അവർ നമ്മുടെ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ എടുക്കാൻ തയ്യാറാകുന്നു. അത് തന്നെ ഇപ്പോൾ പൂരിതാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും, വികസിത രാജ്യങ്ങളിൽ ഉൾപ്പെടെ പ്രത്യേകിച്ചും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളെ മറികടക്കാൻ കൂടി ഇത്തരത്തിൽ വികസ്വര രാജ്യങ്ങളിൽ നിന്ന് റവന്യൂ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് എന്ന് നന്നായി മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. അപ്പം നമ്മുടെ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് ചേക്കേറുന്നത് എല്ലാവരും ദിഷണാപരമായിട്ട് വളരെ സാധ്യതകളുള്ള കുട്ടികളാണെന്നും അവർക്ക് വളരെ ഉന്നതമായിട്ടുള്ള തൊഴിൽ സാധ്യതകൾ ലഭിക്കുന്നു എന്നും തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്നാണ് എനിക്കിവിടെ അറിയിക്കാനുള്ളത്.
അപ്പോൾ ഈ വസ്തുതാപരമായ കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള മുൻകൈയാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. അതിനു പകരം ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി, ഈ കേരളം മഹാമോശമാണ് എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ അങ്ങേ പോലുള്ളവർക്ക് ഒട്ടും ഭൂഷണമല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളം എന്ന പേർ കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് പാടിയിട്ടുള്ള പൂർവികരാണ് നമുക്കുള്ളത്. അപ്പോൾ കേരളം മോശമാണ് എന്ന രീതിയിലല്ല പറയേണ്ടത്. ഇവിടെ അവര് പറഞ്ഞോട്ടെ പ്ലീസ്. നിങ്ങൾ പറയുമ്പോ അവരാരും മിണ്ടിയിട്ടില്ലല്ലോ. മിനിസ്റ്റർ പറയട്ടെ. അതിന് ക്ലാരിഫൈ ചെയ്യാനുണ്ടല്ലോ. ഒപ്പോസിഷൻ ലീഡർ LOP can speak. LOP can speak. Okay, yes. ഇന്ത്യയിലെ ചാന്ദ്രയാൻ ദൗത്യം ജയിച്ചപ്പോ ഈ കേരള സംസ്ഥാനത്തു നിന്നുള്ള ശാസ്ത്രജ്ഞരാണ് ആ ടീമിൽ ഏറ്റവും കൂടുതലായിട്ട് 95% ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അത് നയിച്ച സോമനാഥ് ഉൾപ്പെടെയുള്ള ആളുകൾ. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല മോശമല്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ട് ഞാനത് ചൂണ്ടിക്കാണിക്കുകയാണ്.